ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കും. വെള്ളിയും ചൊവ്വയാണെങ്കിൽ ഉപ്പുദീപം കത്തിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രാവിന് ഫുഡ് കൊടുക്കുന്നതിനായിട്ട് പോകണം. അപ്പം പ്രാവുകളെല്ലാം എന്നെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ പരതി നോക്കുകയാണ് കേട്ടോ. ഇത് സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളുടെ വീട്ടിലെ. പിന്നെ ഞാൻ പയറോ അരിയോ ഒക്കെ എടുത്ത് അവർക്ക് കൊടുക്കും. കുറച്ച് പേര് തീറ്റ കാണുമ്പോൾ നമ്മുടെ കയ്യിലൂടെയൊക്കെ പറന്ന് വന്നിരുന്ന് കഴിക്കാനൊക്കെ ശ്രമിക്കും. അപ്പം സ്ഥിരമുള്ളൊരു കാഴ്ചയാണിത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ ഹിബസ്കസ് ടീ ആണ് ഉണ്ടാക്കുന്നത്. തിരിഞ്ഞു വരുന്നില്ല. ചെമ്പരത്തി ടീ. അപ്പം നമുക്ക് ചെമ്പരത്തി ടീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെമ്പരത്തിയുടെ ഒരു 10-15ഓളം ചെമ്പരത്തിപ്പൂ എടുക്കുക. അതിനകത്ത് 15 ചെമ്പരത്തി പൂ വേണമെന്നൊന്നുമില്ല. നമുക്ക് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. എടുത്ത് അതിൻ്റെ ഇതളുകൾ മാത്രം നമ്മൾ പിച്ചെടുക്കുക. അതിനുശേഷം ചൂടുവെള്ളത്തിലോട്ട് നമ്മൾ ഈ ഇതളുകൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കളറിലെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഈ ഇതളുകളെല്ലാം കൂടെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇടുമ്പോൾ തന്നെ കാണാം പെട്ടെന്ന് അത് വാടി അങ്ങ് പോകും. ചൂടുവെള്ളത്തിലോട്ട് വീഴുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കരണ്ടി ഇട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയൊരു ലൈറ്റ് കളറായിട്ട് കാണുന്നില്ലേ, ആ ലൈറ്റ് കളർ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ നാരങ്ങ നീരും കൂടെ അതിനകത്തോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് നല്ലതുപോലെ നല്ല റെഡ് കളറിലോട്ട് വരും. നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇതിനകത്ത് പഞ്ചാര ഇട്ട് കഴിക്കുന്നവർക്ക് പഞ്ചാര ഇട്ട് കഴിക്കാം. തേൻ ഉപയോഗിച്ച് കഴിക്കുന്നവർക്ക് തേൻ ഉപയോഗിച്ച് കഴിക്കാം. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയുന്നതിനും വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവർക്കും ഈ ഡ്രിങ്ക് എടുക്കാം. പഞ്ചാര ഒഴിവാക്കണമെന്നേ ഉള്ളൂ. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ചെമ്പരത്തി ടീ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ട് ഒരുപാട് ചെമ്പരത്തി ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടുകളിൽ. അപ്പം അതിൽ നിന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കാണാറുണ്ട്. അപ്പം 1-2 ചെമ്പരത്തി പൂ പിച്ചി ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ കൊടുക്കുകയും ചെയ്യാം. കളറിനകത്തൊക്കെ കളർ കണ്ടോ, നല്ല കുങ്കുമത്തിൻ്റെ കളറായി കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കുടിക്കാൻ. തണുത്ത ഐസ് ക്യൂബൂടൊക്കെ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് പല രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഏലക്കാപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലർ കശകശയൊക്കെ ചേർക്കാറുണ്ട്. നമുക്ക് എന്താണോ അവൈലബിൾ അതൊക്കെ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഇത് നമ്മൾ പഞ്ചാരയും ഇട്ട് പാനി പോലെ ആക്കി വെച്ചിരുന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. കുറച്ച് നാൾ പുറത്ത് വെച്ചിരുന്നാൽ തന്നെ നമുക്കിത് എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.